ഞാൻ ലാൻഡിന്റെ ഡീലിന് വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഈ അഷ്ടലക്ഷ്മി മഹായാഗം നടക്കുന്നത് കാണുന്നത്. അവിടെ എനിക്ക് യൂട്യൂബ് ഉണ്ട്. ആ യൂട്യൂബ് വീഡിയോയിൽ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാനൊരു ബൈറ്റ്സിൽ നിന്ന് എടുത്തു. 2 ദിവസം ചെന്നിട്ടാണ് അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. പാലെന്ന് പറഞ്ഞാൽ ഒരു മോഹൻജി പനക്കൽ എന്ന് പറയുന്ന ആളാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അദ്ദേഹമാണ് അതിന്റെ ഓൾ ഇൻ ഓൾ. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം ചെന്നു, അദ്ദേഹത്തെ കണ്ടു, ഞാൻ ഇന്റർവ്യൂ എടുത്തു. അപ്പൊ പറഞ്ഞത് നമ്മളിപ്പോ പറഞ്ഞ ഭാഷയുണ്ടല്ലോ, സമസ്ത പ്രതലത്തിലും സംഭവിച്ചിരിക്കുന്ന ഈ അശാസ്ത്രീയത, അതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാഗം നടത്തുന്നത്. എന്ന് വെച്ചാൽ ദൈവികതയുമായിട്ട് ബന്ധപ്പെട്ട് സകല മേഖലകളിലും നടക്കുന്ന അശാസ്ത്രീയതക്കെതിരെ ആചാരങ്ങളിൽ വന്നിട്ടുള്ള ലോപം എല്ലാ തലത്തിലും, എല്ലാ മതത്തിലും. അപ്പോ ആ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ഇത്രയും വലിയ യാഗം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോ ഈ ഗ്രന്ഥം എഴുതി വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നു എന്നുള്ള അത് ഈ വാക്ക് കേട്ടപ്പോ 10 ദിവസവും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് വലിയ ഒരു ബന്ധത്തിനൊന്നും ഞാൻ പോയിട്ടില്ല, പക്ഷെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ യാഗം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. ആ യാഗത്തിന്റെ പ്രസാദം, ഞാൻ ആരുമല്ലായിരുന്നു ഈ യാഗത്തില്. ഞാൻ ഈ യാഗത്തിന്റെ പ്രസാദം ഞാനാണ് വാങ്ങിച്ചത്. അപ്പൊ അത് എന്നിലേക്ക് അറിയാതെ എത്തുക ചെയ്തത്. ആ യാഗത്തിന്റെ പ്രസാദം അവിടുന്ന് ഏറ്റുവാങ്ങാനായിട്ട് ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. എന്നോട് പലരും പറഞ്ഞു 10 ദിവസം കൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ പരിചയപ്പെട്ടു. അപ്പോ എന്നെ 1-2 പേര് വിളിക്കാറുണ്ട് അവിടുന്ന്. അതിനകത്തൊരു സ്വാമിയുണ്ട്. ആ സ്വാമി പറഞ്ഞു, മോഹൻജിയെ വിളിക്കാറില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിളിക്കാറില്ല. ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. കാരണം അത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് ഇദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി പൈസ നഷ്ടം വന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ച ആ അവസ്ഥയിൽ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം, പക്ഷെ ഇപ്പൊ ഞാൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മോഹൻജി തന്നെ എന്നെ വിളിച്ചു. എവിടെയുണ്ട്, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലുണ്ട്, ഞാൻ അങ്ങ് വരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വരുന്നത്, ഞാൻ താമസിക്കുന്നിടത്ത് വരുന്നത്. അപ്പോൾ താമസിക്കുന്നിടത്ത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയെ ഞാൻ വിളിച്ചിട്ടല്ല അങ്ങ് വന്നത്, അങ്ങ് ഡയറക്റ്റ് എന്നിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു. കാരണം ആ യാഗത്തില് എന്നോട് എനിക്ക് എന്റെ ഈ ചെറിയ യൂട്യൂബിന് വേണ്ടിയിട്ട് സംസാരിച്ചപ്പോഴെല്ലാം സംസാരിച്ചത് നമ്മളുടെ ഈ ആശയങ്ങളാണ്. സകല രീതിയിലും ഇന്ന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതിക്കെതിരെ ഉള്ള ഒരു പരിഹാരമായിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഒപ്പം അതിന് എന്താണ് അതിനുള്ള സിലബസ്, ഇതാണ് അദ്ദേഹം തേടിയിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്ന കാര്യമാണ്. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം പിന്നെ ഒറ്റ ദിവസം പോലും, ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞില്ലേ മോഹൻജി? 1 വർഷം കഴിഞ്ഞ് 2-3 മാസമായി തോന്നുന്നു. ഒറ്റ ദിവസം പോലും വിളിക്കാതിരുന്നിട്ടില്ല. അപ്പോ പിന്നെ എന്നെ ശരിക്കും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു തന്നുകൊണ്ടിരുന്നത്. കാരണം ഞാൻ എന്റെ ഈ കണ്ടെത്തലുകൾ മുഴുവൻ ഞാൻ ഏകദേശം ഞാൻ ഷെയർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഭാഗം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തോടാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേദം എന്താണ് എന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. വേദത്തെ ഡീകോഡ് ചെയ്യുക ചെയ്തത്. അപ്പോഴാണ് ഇതെങ്ങനെ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ശ്രീരാമ സിദ്ധാന്തത്തിലേക്കാണ് ഡയറക്റ്റ് പോയത്. അതിനകത്ത് ഈ ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരേ നാരായണായ നമഃ സംഭവം. അതായത് ആധ്യാത്മികതയും ആദിജൈവികതയും ആദിഭൗതികതയും പാപത്രയങ്ങളാകുന്നു. 3 പാപത്രയങ്ങളാണ്. അപ്പൊ ഇതിനെ ഒന്നാക്കി ചേർത്ത് വെച്ച് ആ ഓങ്കാരമായത് 3ആയി പിരിഞ്ഞപ്പോ അതിനെ ഒന്നായി ചേർത്ത് വെച്ച ആളാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിന് മാത്രമേ അത് സാധിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനാണത് സാധിച്ചത്. അതുകൊണ്ടാണ് അജ്ഞതയെ നിഗ്രഹിച്ച മനുഷ്യൻ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയത് എന്നുള്ള ഒരു പൊരുൾ എനിക്ക് മനസ്സിലാകുകയും ഞാൻ ശരിക്കും പറഞ്ഞാല് ആ ഒരു നിധി തേടിയുള്ള അലച്ചിൽ വരും. അപ്പോഴാണ് ആദ്യ വേദാന്ത വേദ്യവാക്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നൊക്കെയുള്ള നോട്ട് എനിക്ക് തെളിഞ്ഞു വരുന്നത്. അങ്ങനെ
ഞാൻ മിഥിലയില് ശ്രീരാമൻ അവതരിപ്പിച്ച ഒരു ത്രേത സിദ്ധാന്തമുണ്ട്. അങ്ങും കേട്ടിട്ടുണ്ടാവും, വില്ലൊടിഞ്ഞൊച്ച കെട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. യുദ്ധകുതികന്മാരായിട്ടുള്ള രാജാക്കന്മാരെ മാളത്തിൽ ഒളിപ്പിച്ച ശ്രോതാഗ്നിയിൽ ജ്വലിപ്പിച്ചുയർത്തിയ ഒരു സിദ്ധാന്തമാണ് മിഥിലയിൽ അവതരിപ്പിച്ചത്. ആ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പാപത്രയമായിരിക്കുന്ന ത്രയംബകത്തിനെ, വില്ലിനെ, യുദ്ധ വിചാരത്തെ കുലച്ചൊടിച്ച, അമ്പിനെയും വില്ലിനെയും കുലച്ചൊടിച്ച ആ വേദ സിദ്ധാന്തമാണ്. ശൈവ വൈഷ്ണവ യുദ്ധവെറിയുടെ അമ്പിനെയും വില്ലിനെയും ഒടിച്ച് മനന വേഗത്താൽ യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക്, ധനുസിന്റെ ലോകത്തു നിന്നും ധാന്യത്തിന്റെ ലോകത്തിലേക്ക്, യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക് ലോകത്തെ പറിച്ചു നട്ട വലിയൊരു സിദ്ധാന്തമാണ് അത്. 5000 പേരുടെ സദസ്സിനെ തലധരിപ്പിച്ച് തല കുനിപ്പിച്ച് അവതരിപ്പിച്ച സിദ്ധാന്തമാണ് ശ്രീരാമ സിദ്ധാന്തം. അതാണ് ആര്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതാണ് ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തം. അതിനെ ഞാൻ ശരിക്കും അതിനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് രാമരാജ്യ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാവുന്നത്, രാമരാജ്യം എന്താണെന്ന് പറയുന്നത്. ഇപ്പോഴാണ് മഹാത്മാഗാന്ധി രാമരാജ്യത്തിന് വേണ്ടിയിട്ട് രാമരാജ്യം ഉണ്ടാകണമെന്ന് പറഞ്ഞ ഏത് രാജ്യമാണ്, ഏത് മതരാഷ്ട്രമാണ് എന്നുള്ളതൊരു ഇതെല്ലാം വരുന്നത്. അത് ഓപ്പൺ ആക്കുമ്പോഴാണ് ഏകദൈവം എന്താണ്, ശിവൻ എന്താണ്, പാർവതി എന്താണ്, വിഷ്ണു എന്താണ്, ലക്ഷ്മി എന്താണ്, ബ്രഹ്മാവ് എന്താണ്, സരസ്വതി എന്താണ്, അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ചണ്ഡി, ചാമുണ്ടി, ഭദ്രകാളി, ഭൈരവി, ഭുവനേശ്വരി, വെള്ളാംബൗതി, ഐലേച്ചി, പിശാചി, ചെകുത്താൻ, ഡ്രാക്കുള, പരമാത്മാവ്, ജീവാത്മാവ്, അപരബ്രഹ്മം, ബ്രഹ്മരക്ഷസ്, ഇങ്ങനെയുള്ള ശക്തി, ചൈതന്യം, ഇതെല്ലാം എന്താണെന്ന് നമുക്ക് അന്നേരമാണ് മനസ്സിലാകണം. അപ്പൊ അത് പൂർണ്ണമായിട്ടും അതിനെ ഓപ്പൺ ചെയ്തു വന്നപ്പോ കാലങ്ങൾ കടന്നുപോയി. 16 വർഷത്തോളം കഴിഞ്ഞു, 17ാമത്തെ വർഷം. അപ്പൊ ബുക്ക് പബ്ലിഷ് ചെയ്തോ? ഇല്ല. ചെയ്യാനായിട്ടുള്ള ഓട്ടപ്പാച്ചിലിൽ ഓടി നടക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. ഞാൻ ആ പുസ്തകം ചെയ്യാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലും അത് ഏകദേശം DTP വർക്കെല്ലാം ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് ഈ സിലബസ് എന്ന് പറഞ്ഞാൽ മതത്തിന്റെ സിലബസ് അല്ല ഇത്. അത് മോഹൻജിക്ക് ഏകദേശം വ്യക്തമായിട്ട് അറിയാം. ഇത് അങ്ങ് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ തന്നെയാണ് സിലബസ്. അതായത് നമ്മുടെ തലത്തിൽ നിന്ന് 7ാമത്തെ തലത്തിലാണ്, ആകാശത്തിന് മേലെയാണ്, 7ാം ആകാശത്തിന് മേലെയാണ് ഏകദൈവം എന്ന് പറയുന്നതും സത്യമാകും ഈ വേദത്തിലെ. ആദവും ഹവയും സത്യമാകും, അതിൽ നിന്നുള്ള സന്തതി പരമ്പരകളും സത്യമാകും. വേദം ഒന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് ജീവാത്മാവും പരമാത്മാവും എന്താണെന്ന് മനസ്സിലാവുന്നത്. ബ്രഹ്മവും അപരബ്രഹ്മവും പരബ്രഹ്മവും മൂലബ്രഹ്മവും ബ്രഹ്മവും ബ്രഹ്മവും എല്ലാം എന്താണെന്ന് മനസ്സിലാവുന്നത്. ശക്തിയും ചൈതന്യം എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ത്രിഗണ വൈഭവം എങ്ങനെയുണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇതെല്ലാം ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു പ്രണവവേദം എന്ന് പറയുന്ന 5ാമത്തെ വേദത്തെയാണ് ഓപ്പൺ ആക്കിയത്. ആ വേദമാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന വേദം. അത് ശാസ്ത്രത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഈ വേദം. അങ്ങ് പറയാറില്ലേ, മനുഷ്യന്റെ സൃഷ്ടിയാണ് ദൈവം. ഞാൻ അങ്ങയുടെ വേർഡുകളെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്യാറുണ്ട്. കാരണം ഞാൻ പലതും നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തന്നെ മറ്റൊരാൾ പറയുമ്പോഴേ ഗുരുത്വം. അപ്പോ നമ്മളുടെ മനുഷ്യന്റെ സൃഷ്ടിയാണ്, മനുഷ്യന്റെ അറിവാണ് ദൈവം. അപ്പോ ആ അറിവ് ശ്രീധർമ്മശാസ്ത്രത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അറിവാണ് ദൈവം. അറിവ് ദൈവമാകുമ്പോഴാണ് അറിവുള്ളവനും ദൈവമാകുന്നത്. അവിടെയാണ് ശാസ്താവും അയ്യപ്പനും എല്ലാവരും ഒന്നാകുന്നത്, ദൈവമാകുന്നത്. അവിടെയാണ് തത്വമസി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടേക്കാണ് അങ്ങും വന്നത്. ഞാനും 6 വർഷമായിട്ട് ഞാനും ആ റൂട്ടിലാണ്. അപ്പോ കുറെ നാൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് ശബരിമലയിൽ ഇത് റീഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു തലമുണ്ട്. ഏത് വേദവും അവിടെ നിന്ന് പുറത്തേക്ക് അയക്കാൻ പറ്റുന്ന ഒരു തലമുണ്ട് അവിടെ. കാരണം അത്രയും വൈഡാണ് ആ തലം. കാരണം അവിടുത്തെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറഞ്ഞാൽ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് ശാസ്ത്രത്തിന് എന്ത് പിഴവ് പറ്റും, ശാസ്ത്രം പിഴക്കില്ല. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ പീഠമായതുകൊണ്ട് ആ പീഠത്തിൽ നിന്ന് ലോകത്തോട് ഉറക്കെ പറയാൻ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞെടുത്താണ് അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്ന് അങ്ങും പറയുന്നത്. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും.
അതാണ് വലിയ സന്തോഷം. ഡോക്ടർ ഇങ്ങനെ പറയുമ്പോഴേ അങ്ങനെ കേൾക്കത്തൊക്കെ തന്നെ വലിയ സന്തോഷം തോന്നി. അതെ. അങ്ങ് ഇപ്പൊ എത്തി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം അതിവേഗം നടന്നെത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ. കാരണം ഇത് ഞാൻ അല്ലെങ്കിൽ മോഹൻജി എന്നുള്ളതൊന്നും അല്ല ഇവിടെ വിഷയം. നമ്മളിപ്പോ ഞാൻ റീഓപ്പൺ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൂത്തോ കോമയോ എൻ്റെ അതില്ല. കാരണം നമ്മുടെ ഋഷീശ്വരന്മാരും മഹർഷിമാര് അല്ലെങ്കിൽ നമ്മളുടെ പൂർവികര് ചെയ്തു വെച്ചിരിക്കുന്ന ആ അറിവിനെ റീഓപ്പൺ ചെയ്തു എന്നല്ലാതെ അതിനകത്തൊരു കുത്തോ കോമ ഇടാൻ പറ്റില്ല. കോമ ഇട്ടാൽ കോമയായി പോകും, കുത്തിട്ട് അവിടെ നിന്ന് പോകും. അത്രയും ബ്രഹ്മാണ്ടമാണ്. പക്ഷെ നമ്മൾ ഇതിന്റെയൊക്കെ അർത്ഥങ്ങള് വ്യാഖ്യാനിച്ച് അർത്ഥം അറിയാൻ പാടില്ലാതെ, വിഗ്രഹിക്കാൻ അറിയാൻ പാടില്ലാതെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അറിവല്ല പറയുന്നത്. അവിടെയാണ് വിഷയം. ഇപ്പോ ഈ വളരെ സിമ്പിളായിട്ടുള്ള ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകാവുന്ന വേദമാണ്. സംഖ്യാശാസ്ത്രം പോലെയാണ്. കാരണം സംഖ്യാശാസ്ത്രമാണ് വേദത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ഗണിതമാണ്. ആ ഗണിതം നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്, എത്ര സംശയരഹിതമാണ് ഈ സംഖ്യാശാസ്ത്രം. ആ സംഖ്യാശാസ്ത്രം പോലെ സംശയരഹിതമാണ് വേദം. അപൗരുഷയവുമാണ്, പൗരുഷങ്ങളെ ഇല്ലാതാക്കുന്നതുമാണ്. അത്രയും രസമാണ്. അങ്ങനെ അറിവ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് പകലാണെന്ന് പറഞ്ഞാൽ ഓക്കെ അത് പകലാണ് എന്ന് നമുക്ക് പറയുന്നത് പോലെ തന്നെ ഇത് അറിവാണ് എന്ന് പറയുമ്പോൾ അത് അറിവാണെന്ന് നമുക്ക് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതാണ് വേദത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങും അതേ റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. ആ റൂട്ടിൽ അല്പം നാള് മുമ്പേ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു കുഴപ്പം. അങ്ങും ഇതിനകത്തേക്ക് തന്നെ നടന്നു വരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങ് ചിലപ്പോ എന്താ പറയണേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു ശേഷിയുള്ള ആളാണ്.